ഹായ് ഹലോ. നമ്മുടെ തോട്ടിലൊക്കെ വെള്ളം ഇന്നലെ ഭയങ്കര മഴയായിരുന്നു. ഇന്നലെ കറണ്ട് ഇല്ലായിരുന്നു. ഒരു 6 മണിക്ക് പോയി കറണ്ട് രാത്രി 12 മണിക്കാണ് വന്ന് നെയ്മ് പുഴുകി അവിഞ്ഞു പോയി. പിന്നെ നമ്മുടെ മോട്ടറിലും വെള്ളവും ഇല്ല. ആകെ ബുദ്ധിമുട്ടിപ്പോയി. പിന്നെ കതവ് തുറന്നിടാൻ പറ്റുമോ, പാമ്പോ അങ്ങനെയൊക്കെ കയറുമെന്ന് വെച്ച് പിന്നെ അത് കഴിഞ്ഞ് ജനൽ തുറന്നിട്ട് ഞാനും അവളോട് തറയിൽ പായിട്ട് കിടന്നു. എങ്കിലും ഈ പ്രാണികളൊക്കെ കയറും വെട്ടം വരുമ്പോഴത്തേക്ക് പിന്നെ അങ്ങനെ ഉറങ്ങിയതേയില്ല. പിന്നെ കറണ്ട് വന്നപ്പോഴാണ് ഉറങ്ങി. പക്ഷെ അമ്മ നല്ലപോലെ ഉറങ്ങി. അമ്മയും അവളും ഉറങ്ങി, ഞാനും അച്ഛനും ഉറങ്ങിയില്ല. അങ്ങനെ ഒട്ടും ഉറങ്ങാത്ത അച്ഛൻ പറഞ്ഞു ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിപ്പോൾ കട്ടിലേ പോയി അച്ഛൻ അവളെ നോക്കിയിരുന്നോളാന്ന്. അങ്ങനെ ഞാൻ പോയി കിടന്നുറങ്ങി. രാവിലെ അവളുടെ തുണിയൊക്കെ കഴുകിയിട്ട് എൻ്റെയും തുണി കഴുകി പല്ലും തേക്കുക. വാവ അവിടെ കിടത്തിയിട്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് പറഞ്ഞു വാവ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടത്തിയിട്ട് പോകരുത്, എപ്പോഴും അയാൾ നോക്കാൻ വേണം. നമ്മൾ ആരെങ്കിലും ഉണ്ടെങ്കിലേ അവളെ ഇങ്ങനെ കിടത്തുക കേട്ടോ, അല്ലാതെ ആരും ഇല്ലാതെ കിടത്തത്തില്ലേ. അതുകൊണ്ടാണ്. ഞാൻ നമ്മുടെ കല്ലിൻ്റെ അവിടെ തേച്ച് കഴുകുമായിരുന്നു. സാധാരണ നമ്മൾ അരയ്ക്കുമ്പോഴേ വെള്ളം ഒഴിച്ചങ്ങ് കഴുകത്തേ ഉള്ളൂ. ഇന്ന് ബ്രഷൊക്കെ ഇട്ട് തേച്ച് കഴുകുക. അപ്പം നെത്തോലി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ നെത്തോലി കേട്ടപ്പോൾ ഞാൻ എണ്ണയൊക്കെ തേച്ചു മേത്തൊക്കെ കുളിക്കുകയും കൂടെ ചെയ്യാമെന്ന് വെച്ചാൽ ഇന്നലെ രാവിലെ കുളിക്കുക. വൈകിട്ട് മേല് കഴുകാൻ പോലും വെള്ളമില്ലായിരുന്നു. ഫോണില്ല. അപ്പം കുഞ്ഞിപ്പെണ്ണ് അവിടെ കിടന്ന് ഉറങ്ങുക. വയറ് നിറഞ്ഞ് കിടക്കുവാണെങ്കിൽ കുറച്ചധികം നേരം ഉറങ്ങും. ഇല്ല ഇയാൾ പൂച്ച ഉറങ്ങുക. അതുകൊണ്ട് മണിയുണ്ട് അതിൻ്റെ മൂട്ടിലുണ്ട്. മീനെ എളുപ്പം കഴുകിയിട്ട് വരാമേ. ചാച്ചൻ ഇപ്പഴാ വന്ന് നോക്കട്ടെ, തിരിക്കുന്ന നോക്കട്ടെ. അച്ഛൻ പറ മോനെ ഇത് നോക്കേ. ഇല്ലായി ചാച്ചന് ഭയങ്കര ക്ഷീണമായോണ്ട് ഇനി കയറി വന്നതാ. മോൻ വരുന്ന ചാച്ചന് വെള്ളവും കൊണ്ട് ഒന്ന് പാടാ. അവന് വിഷമം വന്ന സങ്കടം വരുന്നല്ലോ എൻ്റെ അച്ചാച്ചൻ പണിക്ക് പോയേന്. അയ്യോ ചെളി പൂത്തൊന്നും നോക്കടി. അരുമനെ ചാച്ചനങ്ങ് വേദനയൊക്കെ കാലിനൊക്കെ വന്ന് ഒന്ന് തിരുമ്മി തരാമോ? ഒന്ന് തിരുമ്മി തരുമാടാ പോനെ, എൻ്റെ പൊന്നപ്പനല്ലയോ. ചാച്ചനെ ഒന്ന് തിരിഞ്ഞാകലെ. അയ്യോ എൻ്റെ പൊന്നുമോനല്ലയോ. എന്തിനാ കരയുവാനോ? ഷൈക്കാൻ പൊന്നനെ ചാച്ചിമോനെ. അമ്മാമ്മ എന്താ പറഞ്ഞു മോനോട്? അമ്മാമ്മ വഴക്ക് പറഞ്ഞോ? പങ്കരി അല്ലയോ? പയങ്കരിയാന്നോ അമ്മാമ്മ? വഴക്ക് പറഞ്ഞായിരുന്നോ മോനെ? ഞാൻ വഴക്ക് പറഞ്ഞു. അയ്യോ ഞാൻ സമയം 12:30. എന്ത് പെട്ടെന്നാണ്. ഞാൻ കുളിച്ചു, വാവ കുളിച്ചു, എന്നിട്ട് അവൾ ഉറങ്ങി. പിന്നെ ഞാൻ അവളുടെ തുണിയൊക്കെ കഴുകാനുള്ളതെല്ലാം കഴുകിയിട്ട് ഈ പകല് നമ്മളെ മറ്റേ ഡയപ്പറെല്ലാം യൂസ് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തുണി വരും. പിന്നെ ഞാനാണെങ്കിൽ നെത്തോലിയും മറക്കാൻ വെച്ചു. ഇനി പഴങ്കഞ്ഞി കുടിക്കാനായിട്ട് പോവുക. കുറച്ച് പഴങ്കഞ്ഞി ഇരിപ്പുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാനിന്ന് പെരിഞ്ഞൊരടിയും കഴിഞ്ഞു. മോരുണ്ട് കേട്ടോ. അപ്പം പഴങ്കഞ്ഞി കുടിക്കട്ടെ. അവർ രണ്ടും ഉറങ്ങുക. ഞാനിപ്പം ഇവിടെ കൂട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. അവിടെ ഇനി സ്ഥലമില്ല, കുട വെച്ചാൽ എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഞാൻ വെച്ചു കുറച്ചുകൂടെ കഴിഞ്ഞ് ഉറങ്ങാം, ഉച്ചയ്ക്ക് അവൾ ഉറങ്ങുമ്പോൾ. അപ്പം നമ്മുടെ വാവയുടെ തൊട്ടിൽ വന്ന് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് കേട്ടോ. തൊട്ടിൽ ഇതാ കൊതുക് വലയെല്ലാം ഉള്ള ആധുനിക തൊട്ടിൽ. എന്നോട് അടിയിട്ടിരിക്കുന്നുണ്ടോ മോന്ത തെളിയാത്തത്? മോന്തിരിക്കുന്നുണ്ടോ? മാസ്ക് വെച്ച് എനിക്ക് ചെറുതായിട്ട് തുമ്മൽ വന്നു. അതായത് എന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഇങ്ങനെയുള്ള സംഭവം ഇല്ലായിരുന്നു. അതുകൊണ്ട് AC എടുത്തതേ ഇല്ല കേട്ടോ. കുഞ്ഞിപ്പെണ്ണ ഇവിടെ കിടന്ന് കളിക്കുക. അവൾക്ക് ഉറങ്ങണം. എന്നാ തൊട്ട് ഉറങ്ങാനും വയ്യ. ഇനിയിപ്പോൾ കരയും എന്ന് പറഞ്ഞ്. ഞാൻ ചാച്ചനാണെങ്കിൽ പാലൊക്കെ വാങ്ങിക്കാനായിട്ട് പോയി. എനിക്കങ്ങ് വിശന്നിട്ട് ഞാൻ ചോറെടുത്ത് കഴിച്ചു. ഒരു 6:57 ആയപ്പം. കുറച്ച് ചോറേ കഴിച്ചുള്ളൂ. ഇല്ലേ രാത്രി ഇനി കഴിക്കത്തില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് ചോറേ കഴിച്ചുള്ളൂ. ചേട്ടായി വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടായി വന്നിട്ട് വൈകിട്ട് അങ്ങ് പോയി. പിന്നെ
ഞങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കുക, ഞാനും മിയമോളും കൂടെ മുറിയിലിരിക്കുക. മിയമോളുടെ തൊട്ടിൽ വേണ്ട നമ്മൾ ആ മറ്റേതിൽ നിന്ന് അഴിച്ചിട്ട് ചാച്ചൻ കയറി കെട്ടി. മറ്റേ കൊളുത്ത് നമുക്ക് അലമാരിയിൽ നിന്ന് എന്തോ വിവരക്കിടയ്ക്കാണ് പറഞ്ഞത്, ജനലിൽ കൊളുത്താലോ. അപ്പോൾ ഇതിപ്പോൾ തൽക്കാലം ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇതിലോട്ട് ചാച്ചനങ്ങ് ഇട്ടു കൊളുത്ത്. അപ്പോൾ ഇത് കിടന്ന ആട്ട ഇപ്പം ജനലിൽ ഇടാനാണെന്നില്ല, നമ്മൾ നമ്മുടെ കട്ടിൽ തിരിച്ചിടണം, ഇല്ലെങ്കിൽ ഇത് ഇവിടെ വന്ന് ഇടിക്കും. അതുകൊണ്ട് ചാച്ച അതിലോട്ട് കെട്ടിത്തന്നു. അമ്മ പറഞ്ഞു അത് ഈ കിടത്തി ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ വയറ് നിറച്ച് പാല് കുടിക്കണം. ഇത് വയറ് നിറച്ച് പാല് കുടിക്കത്തില്ല, ചുമ്മാ ഇമ്മിണി കുടിച്ചിട്ട് അങ്ങ് ഇങ്ങനെ ഇരിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് നിറച്ചും കൊടുക്കത്തില്ല കേട്ടോ. തൊട്ടി ഉദ്ഘാടനം ചെയ്ത് തൊട്ടിയിലും കിടത്തി. അപ്പോഴത്തേക്കും ഒരു കരച്ചിൽ. പിന്നെ തൊട്ടിയിൽ നിന്ന് എടുത്ത് അമ്മയും ഡാഡി സീരിയൽ കാണുന്നു. ഇന്ന് ഉറക്കം വരുന്നത്. ഇന്ന് വൈകിട്ട് ഭയങ്കര മഴക്കോളൊക്കെ വന്നു, പക്ഷെ മഴ പെയ്തില്ല. ഞങ്ങൾ വിചാരിച്ചു നല്ല ഇടി വെട്ടി മഴ പെയ്യുള്ളൂ, പക്ഷെ പെയ്തില്ല. എൻ്റെ ദൈവമേ, കണ്ണിലൊക്കെ കൈ കൊണ്ട് കുത്തുവാന്നോ. ഇങ്ങനെ നോക്കിയിരിക്കുക. ഞാൻ അവിടെ കൊണ്ട് കിടത്തട്ടെ. ഇനി ഞങ്ങൾ പുതിയ സഖി ഉദ്ഘാടനം ചെയ്തു, പുതിയ തൊട്ടിൽ ഉദ്ഘാടനവും ചെയ്തു. ഞങ്ങൾ ഇനി ഒതുങ്ങാനുള്ള പരിപാടിയൊന്നും അല്ല. എന്താണൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുക. മഴ പെയ്യാത്തതുകൊണ്ട് നല്ല ആവിയുണ്ട്. ഇന്നലെ പെയ്ത പോലെ 2 മഴ നിന്ന് പെയ്യുകയാണെങ്കിൽ വലിയ വിഷയമില്ലായിരുന്നു. എന്നെ ഇടിച്ചുവാണോ? എന്തുവാ ഇങ്ങനെ ഇടിക്കുന്നേ എന്നെ? എന്നൊക്കെ കാണിക്കോ? ഇടിച്ചുവാണോ എന്നെ? ഈ ചുണ്ടരാ അമ്മ ചുണ്ടരാ എന്നെ ഇടിക്കുക. ചൊക്കൊരു ഇന്നാണെങ്കിൽ ഈ നെറ്റിയിലൊരു കുരു വന്നു കേട്ടോ, അതിന് ഞാൻ മരുന്നിട്ടേക്കുക. ഇന്നാണെങ്കിൽ പൂച്ചയുറക്കമായിരുന്നു ഫുള്ള്. ഒന്ന് കിടത്തും അപ്പം എഴുന്നേക്കും, കിടന്നൊരു 10 മിനിറ്റ് ഉറങ്ങും, അപ്പോഴേ എഴുന്നേക്കും. വീണ്ടും ഞാൻ കൊണ്ട് കിടത്തും, വീണ്ടും എഴുന്നേക്കും. ഇതായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം കൈ ഇരുന്ന് ഉറങ്ങി. ഇനി കൊണ്ട് കിടത്തുമ്പോൾ എഴുന്നേക്കോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ എഴുന്നേക്കും. അമ്മയുടെ അച്ഛനെ സീരിയൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ, അവർ 2 സീരിയലിലിരിക്കുക. ഇനി കിടത്തിയിട്ട് മറ്റേ കുടയും കൂടെ ഇതാക്കി വെക്കും. ഇപ്പം മറ്റേ ഇതിൽ കിടത്തത്തില്ല, ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നപ്പം കിടത്തുന്നതില്ലേ. ഇതാകുമ്പോൾ നമുക്ക് തിരികെയും പിരികെയൊക്കെ ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട്. നമ്മുടെ ഇവിടെ ഇഷ്ടം പോലെ ഈച്ചകളും പ്രാണികളും ഒക്കെ ഉണ്ട്. ഇനി ഇവിടെ കിടത്തിയിട്ട് വേണം എനിക്ക് പോയി മേല് കഴുകാനായിട്ട്, കാരണം അത്രയ്ക്ക് ചൂടാണ്. AC ഇടത്തില്ല. AC ഇട്ടാൽ അപ്പം എനിക്ക് തുമ്മൽ വരും. എന്താണെന്നറിയത്തില്ല, AC-യിൽ പൊടിയൊന്നുമില്ല, പക്ഷേ എനിക്കെന്തോ ഒരു അലർജിയുടെ എന്തോ ഒരു വിഷയം ഉണ്ടെന്ന് തോന്നുന്നു. എനിക്കിതൊന്നും ഇല്ലായിരുന്നതാണ്, ഇപ്പം എനിക്ക് പെട്ടെന്ന് തുമ്മലൊക്കെ വരുന്നത്. പിന്നെന്താ, ഇന്ന് ആദ്യമായിട്ടാട്ടോ ബേബി ഹഗിൻ്റെ ഡയപ്പർ യൂസ് ചെയ്യുന്നത്. നേരത്തെ ഒരെണ്ണം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അഭിരാമിയാണെങ്കിൽ ഒരെണ്ണം തന്നായിരുന്നു, അത് നല്ലതായിരുന്നു. പിന്നെ ഇപ്പം മറ്റേ പാൻ ടൈപ്പ് ആട്ടോ വാങ്ങിച്ചത്, സ്മോൾ സൈസ്, പക്ഷെ നല്ല സോഫ്റ്റാണ് സൈഡൊക്കെ. ലവ് ലാപ്പാണെങ്കിൽ വേണ്ടാന്ന് വെച്ചിട്ട് മാറ്റി വെച്ചതാണ് ഒരു കവറ്. 60 എണ്ണം ഉണ്ടായിരുന്നു. പിന്നെ അത് വെക്കാൻ തുടങ്ങി 60 എണ്ണം തീർന്നതേ അറിഞ്ഞില്ല. ഷൂന്ന് തീർന്നു 60 എണ്ണം. പിന്നെ പക്ഷേ ലവ് ലാപ്പിൻ്റെ സൈഡൊക്കെ ഭയങ്കര കട്ടിയാണ്, അത്ര സോഫ്റ്റ്, ഒരു മയമില്ല ഈ പാൻറ്റൊക്കെ ഇടുന്നിടത്തേ. പക്ഷേ എനിക്ക് തോന്നുന്നു അതിൽ പെട്ടെന്ന് ഒരുപാട് ജെല്ലില്ലെന്ന് തോന്നുന്നു. മറ്റേ പാമ്പേഴ്സിൽ നല്ല ജെല്ലുണ്ട്. ഒന്ന് ഇതായി കഴിയുമ്പോഴത്തേക്കും ഗുളുഗുളാന്നാകും. സത്യം പറഞ്ഞാൽ ഈ പറയുന്നത് ശരിയാണ്. ഡയപ്പർ വാങ്ങി എന്തോരം പൈസയാകുമെന്നറിയാമോ? നമ്മളിവർക്ക് ഡയപ്പർ യൂസ് ചെയ്യുന്ന പോലുമില്ല, എന്നിട്ടും പെട്ടെന്നാണ് തീരുന്നത്. എവിടെയെങ്കിലും പോകുമ്പോൾ അത് വെച്ചല്ലേ പറ്റൂ. ഒരു ദിവസം ഒരു 3 എണ്ണമാണ് ഞാൻ ഇങ്ങനെ പറയുന്ന 3 എണ്ണം ഒരു ദിവസത്തേക്ക് എന്നാണ് വിചാരിക്കുന്നത്. ചില സമയം അതിലും കൂടുതലാകും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ
നമ്മൾ ഇവളെ എല്ലാം തുടച്ച് റാഷ് ക്രീമും ഒക്കെ ഇട്ട് ഡയപ്പർ അങ്ങോട്ട് ഇടുമ്പോൾ അപ്പം തന്നെ അതിൽ അപ്പിയിടും. ആ ഒരു സമയമെന്ന് വെച്ചാൽ അത്രയും നമ്മൾ കഷ്ടപ്പെട്ടെല്ലാം ചെയ്തിട്ട് അങ്ങോട്ട് വെക്കുമ്പോഴായിരിക്കും അപ്പിയിടുന്നത്. പിന്നെ അടുത്തത് വെക്കും. അന്നൊരു ദിവസം അതിലും അപ്പിയിട്ട് വീണ്ടും ഒരെണ്ണം വെച്ച് അതിലും അപ്പിയിട്ട് 3 എണ്ണം നിന്ന നിപ്പിലങ്ങ് തീർന്നു. ഇപ്പോൾ ഉറങ്ങി. ഞാൻ ഇനി സേഫായിട്ട് കൊണ്ട് ലാൻഡ് ചെയ്യിക്കുന്നത് ആ പാട്. അന്നേരം ആ കണ്ണ് ഉറക്കുന്നത്. എനിക്കും ഉറക്കം വന്നു തുടങ്ങി. എനിക്കിനി എനിക്ക് സിറപ്പാട്ടോ അയണിൻ്റെ, അത് കുടിക്കണം. രാവിലെ കാൽഷ്യം ഉണ്ട്. ഞാൻ മുടങ്ങാതെ അയണും കാൽഷ്യവും കഴിക്കുന്നുണ്ട്. 6 മാസത്തേക്കാണെന്ന് തോന്നുന്നു എന്നോട് പറഞ്ഞേ. അപ്പം ഇവളെ കൊണ്ട് സേഫായിട്ട് വെക്കട്ടെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷമൊക്കെ ഇത്രയേ ഉള്ള കേട്ടോ. ഉറങ്ങും. ഫോണിപ്പോൾ പോയാൽ എൻ്റെ കയ്യിൽ. അപ്പോൾ ടാറ്റാ.